വ്യവസ്ഥയെ തകിടം മറിച്ച് മറ്റൊരു വ്യവസ്ഥയെ കൊണ്ടുവരുമ്പോൾ ഒരു ആസുരീയ ശക്തിയുടെ വിജയമായിട്ടാണ് അത് പറയുന്നത്. പക്ഷേ ഏത് വ്യവസ്ഥ വന്നാലും അതും കുറച്ച് നാൾ നിലനിൽക്കണം, എങ്കിലേ ലോകത്തിന് പ്രയോജനപ്പെടും. ദിവസവും വിപ്ലവം നടന്നുകൊണ്ടിരുന്നാൽ ഒരു രാജ്യവും അല്ലെങ്കിൽ രാഷ്ട്ര സമൂഹം നിലനിൽക്കത്തില്ല. അപ്പോൾ ഒരു വിപ്ലവത്തിന് ശേഷം ശാന്തിയുടെയും സമാധാനത്തിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടാകണം. അപ്പോൾ അത് ദേവന്മാരുടെ കാലഘട്ടമായിട്ട് പറയുന്നു. വീണ്ടും ഒരു മാറ്റം വരണം. കാരണം ഇങ്ങനെ ഏത് വ്യവസ്ഥ എന്ന് വന്നാലും ആ വ്യവസ്ഥ കാലക്രമേണ ജീർണിക്കും, ക്ഷയിക്കും. അപ്പോൾ ആ വ്യവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുന്നതിന് ഈ ആസുര ശക്തികളുടെ വിജയം ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും അസുരന്മാർ ദേവന്മാരെ പരാജയപ്പെടുത്തുന്നതായിട്ടും പിന്നെ ഈശ്വരശക്തി ദേവന്മാരുടെ പിന്തുണയ്ക്കായിട്ട് വന്ന് അസുരന്മാരെ പരാജയപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നത്, കഥകളിൽ കാണുന്നു. അപ്പോൾ ഇത് എക്കാലത്തും ഏത് കാലഘട്ടത്തിലും പ്രകൃതിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പരിണാമമാണ്. അതിനെ കഥാരൂപത്തിൽ വളരെ ഭംഗിയായിട്ട് അവർ ചിത്രീകരിച്ചിരിക്കുന്നു. അപ്പം ദുർഗമൻ എന്ത് ചെയ്തു? അതാണ് നമ്മുടെ കഥയുടെ പ്രധാനപ്പെട്ട കാര്യം. ദുർഗമൻ ആലോചിച്ചത് ഈ ലോകത്തിൻ്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നു, സമൂഹത്തിൻ്റെ ശക്തി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ദേവന്മാരുടെ ശക്തി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇതെല്ലാം വേദത്തിലാണ്. ആ വേദത്തെ സ്വായത്തമാക്കി കഴിഞ്ഞാൽ, വേദത്തിൻ്റെ മേൽ തനിക്ക് നിയന്ത്രണം ഉണ്ടെങ്കിൽ ഈ ദേവന്മാരുടെ എല്ലാ ശക്തികളുടെ മേൽ തനിക്ക് നിയന്ത്രണം കിട്ടും. അപ്പോൾ അതുകൊണ്ട് വേദത്തെ സ്വന്തമാക്കണം. ഇപ്പോൾ വേദങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നാണ് നമുക്ക് പുസ്തകത്തിൽ വേദങ്ങളൊക്കെ കിട്ടുന്നത്. അന്നക്കാലത്ത് പുസ്തകങ്ങളിലൊന്നുമില്ല, കമ്പ്യൂട്ടറിലൊന്നും വേദങ്ങൾ ഇരിപ്പില്ല. അത് ഋഷികളുടെ തലച്ചോറിനകത്താണുള്ളത്, അവരുടെ ബോധത്തിൽ മാത്രമേ ഉള്ളൂ നിലനിൽക്കുന്നത്. അപ്പോൾ ആ വേദങ്ങളെങ്ങനെ സ്വായത്തമാക്കും? മറ്റൊരാളുടെ തലയ്ക്കകത്തിരിക്കുന്ന അറിവ് എങ്ങനെ തനിക്ക് സ്വായത്തമാക്കാൻ പറ്റും? വേദം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വിധം എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നാണ്, അറിവാണ്. അപ്പോൾ അറിവിനെ സ്വായത്തമാക്കിയാൽ മാത്രമേ, അറിവിൻ്റെ മേൽ തനിക്ക് നിയന്ത്രണം ഉണ്ടെങ്കിൽ മാത്രമേ പ്രപഞ്ചത്തെ തനിക്ക് നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ. ഇതാണ് ദുർഗമൻ മനസ്സിലാക്കിയ സത്യം. അപ്പോൾ അറിവിൻ്റെ മേൽ തനിക്ക് നിയന്ത്രണം വേണം. അപ്പോൾ എന്ത് ചെയ്യണം? അസുരന്മാരെല്ലാം സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അദ്ദേഹം ചെയ്തു. ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി വരം ആവശ്യപ്പെട്ടു. വേദങ്ങൾ തനിക്ക് അധീനമാക്കി തരണം. ബ്രഹ്മാവ് പതിവ് പോലെ അസുരന് വരം കൊടുത്തു. വേദങ്ങൾ മുഴുവൻ അസുരൻ്റെ കൈവശമായി. ആ വേദജ്ഞാനം അസുരൻ്റെ കൈവശമായി. ഋഷിമാരുടെ ബുദ്ധിയിൽ നിന്ന് മറഞ്ഞു. ആ വൈദിക ക്രിയകളെല്ലാം നഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ ധർമ്മസംഹിതകൾ നഷ്ടപ്പെട്ടു. ആ സമൂഹത്തിലാകപ്പെടെ ഒരു അരാജകത്വം വരാൻ തുടങ്ങി. ശരിയായ ധർമ്മം ആർക്കും അറിയാതായി. അപ്പം ബലമുള്ളവൻ അധികാരി എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങളൊക്കെ പോകാൻ തുടങ്ങി. ആകപ്പെടെ സമൂഹത്തിൽ പ്രശ്നങ്ങളായി. അപ്പോൾ അതനുസരിച്ച് പ്രകൃതിയിൽ മാറ്റങ്ങളുണ്ടായി. പ്രകൃതിയിൽ കഠിനമായ വരൾച്ച, മഴ പെയ്യണമെങ്കിൽ കഠിനമായ മഴ, ആ രീതിയിലുള്ള മാറ്റങ്ങളുണ്ടായി. അപ്പോൾ വലിയ ക്ഷാമം വന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രാജ്യം നാനാവിധമായി തീർന്നു. അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് ഇത്രയും പറഞ്ഞ കഥയുടെ ഭാഗം നമുക്കൊന്ന് ചേർത്ത് വായിച്ചു നോക്കാം. ഇന്നിപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്നിപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ അറിവ് എന്തെങ്കിലും കാര്യം അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം പോയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യും. അപ്പോൾ ഗൂഗിളാണ് നമ്മുടെ ഇന്നത്തെ ആചാര്യം. അപ്പോൾ ഈ അറിവ് എന്ന് മാത്രമല്ല, നമുക്കിപ്പോൾ ഒരു പുസ്തകത്തിൽ നിന്നൊരു കാര്യം എടുക്കണമെങ്കിൽ എല്ലാ പുസ്തകത്തിൽ നിന്ന് ഏത് കാര്യം എടുത്ത് എവിടെയും നമുക്ക് ഉദ്ധരിക്കാൻ പറ്റത്തില്ല. കാരണം അതിനെല്ലാം കോപ്പിറൈറ്റ് ഉണ്ട്. അറിവ് ഇപ്പം നമുക്ക് ഒരു സ്വകാര്യ സ്വത്തായിട്ട് മാറിക്കഴിഞ്ഞു. ബൗദ്ധിക സ്വത്ത് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം പണ്ടത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. രാമായണം ആർക്ക് വേണമെങ്കിലും പകർത്തി എഴുതായിരുന്നു. ആർക്കും അത് വാൽമീകിക്ക് അതിൻ്റെ പുറത്ത് ഒരു കോപ്പിറൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. വ്യാസന് മഹാഭാരതത്തിൻ്റെ പുറത്ത് കോപ്പിറൈറ്റ് ഉണ്ടായിരുന്നില്ല. കാളിദാസന് എൻ്റെ പുസ്തകങ്ങളുടെ പുറത്ത് കോപ്പിറൈറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ ഒരു ചെറിയ കഥാകൃത്തിന് പോലും ആ കഥയുടെ പുറത്ത് കോപ്പിറൈറ്റ് ഉണ്ട്. ഒരു സിനിമ പാട്ട് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് കോപ്പിറൈറ്റ് ഉണ്ട്. പാടുന്നവന് കോപ്പിറൈറ്റ് ഉണ്ട്, എഴുതിയവന് കോപ്പിറൈറ്റ് ഉണ്ട്, എല്ലാം കോപ്പിറൈറ്റാണ്. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് എല്ലാ അറിവുകളെല്ലാം ഇപ്പം സ്വകാര്യ സ്വത്തായി മാറിക്കഴിഞ്ഞു. ഇതിനെയാണ് നമ്മൾ ആസുരീയ പ്രവണത എന്ന് പറയുന്നത്. തൻ്റേതാക്കി വയ്ക്കാനുള്ള പ്രവണത. ദേവന്മാരൊന്നും സ്വന്തമായിട്ട് വയ്ക്കുന്നില്ല. അത് പരോപകാരാർത്ഥം എല്ലാം ആ തങ്ങളുടെ ശക്തികളെ വിനിയോഗിക്കുന്നു. അതാണ് ദേവന്മാരെന്ന് പറയുന്നത്. ഇപ്പോൾ അഗ്നിദേവൻ എന്ന് പറയുന്നു. അഗ്നിദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി നമ്മൾ പാചകത്തിന് ഉപയോഗപ്പെടുത്തും. നമുക്ക് പുറമേ നമ്മൾ പാചകത്തിന് ഉപയോഗപ്പെടുത്തും. നമ്മുടെ ഉള്ളിലത് ജഠരാഗ്നിയായിട്ട് പാചകം ചെയ്യാൻ, ആഹാരം ദഹിക്കാൻ ഉപയോഗിക്കുന്നു. ശരീരത്തിന് താപം നിലനിർത്തുന്നു. അപ്പോൾ അഗ്നിയുടെ കർമ്മങ്ങളായിട്ട് പറയുന്നു. പിത്തം എന്ന് പറയുന്ന ത്രിദോഷങ്ങളിൽപ്പെട്ട പിത്തം അത് ആഗ്നേയമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ വ്യവസ്ഥ നിലനിർത്താനും
ആഹാരം ഉള്ളിൽ ദഹിക്കാനും അതിൽ പുറമേ പാചകം ചെയ്യാനും എല്ലാം അഗ്നി നമുക്ക് ഉപയോഗപ്പെടുന്നു. അപ്പോൾ അഗ്നിദേവൻ നമുക്ക് എപ്പോഴും സഹായമാണ് ചെയ്യുന്നത്. പക്ഷേ അഗ്നിദേവനെ തന്നെ നമ്മൾ വേണ്ടാത്ത രീതിയിൽ ഉപയോഗിച്ചാൽ അത് വീടിനെ എരിച്ച് കളയാൻ, അല്ലെങ്കിൽ കാട്ടുതീ പോലെ ഒരു വലിയ പ്രദേശത്ത് തന്നെ മുഴുവൻ എരിച്ച് കളയും, ബോംബ് സ്ഫോടനമായിട്ടൊക്കെ നമുക്ക് ദോഷം ചെയ്യും. അപ്പോൾ ആ ദേവതാശക്തിയെ നമ്മൾ വേണ്ട പോലെ പരിപാലിക്കുകയാണെങ്കിൽ നമുക്കതെപ്പോഴും ഉപകാരപ്രദമാണ്, ലോകത്തിനത് ഉപകാരപ്രദമാണ്. പക്ഷേ ആസുര ശക്തികൾ അങ്ങനെയല്ല. ആസുര ശക്തികളെ എല്ലാം തനിക്കേ എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ദുർഗവനെ സംബന്ധിച്ചോളം വേദങ്ങൾ മുഴുവൻ സ്വന്തമാക്കി, വേദങ്ങളുടെ പുറത്തുള്ള അറിവെല്ലാം സ്വന്തമാക്കി. ഇന്നിപ്പോൾ നമുക്ക് ഗൂഗിൾ കമ്പനി തീരുമാനിക്കുകയാണെങ്കിൽ ഏതെല്ലാം അറിവ് പുറത്ത് കൊടുക്കണം, ഏതെല്ലാം അറിവ് പുറത്ത് കൊടുക്കണ്ടെന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർ തരുന്ന അറിവേ നമുക്ക് കിട്ടത്തുള്ളൂ ഗൂഗിളിൽ. അപ്പോൾ അതേപോലെ നമുക്ക് ഈ അറിവിൻ്റെ പുറത്തുള്ള നിയന്ത്രണം, ഇപ്പോൾ ആറ്റം ബോംബ് എങ്ങനെ ഉണ്ടാക്കാം, ഹൈഡ്രജൻ ബോംബ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഭീകരവാദികളുടെ എല്ലാം അറിവ് കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും ലോകത്തിൽ സംഭവിക്കുക? അപ്പോൾ അറിവിൻ്റെ പുറത്തുള്ള നിയന്ത്രണം മനുഷ്യൻ്റെ പുറത്തുള്ള നിയന്ത്രണമാണ് എന്ന് ഇന്നത്തെ ലോകത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഗുണവും ദോഷവും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പലതരം ഈ ജനറ്റിക്കലി മോഡിഫൈഡ് വിത്തുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ വിത്തുകളൊക്കെ ഓരോ കമ്പനിയുടെ സ്വകാര്യ സ്വത്താണ്. പണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ആർക്കും ഏത് വിത്ത് എവിടെയും കൃഷി ചെയ്യാമായിരുന്നു. ഇന്നത് സാധ്യമല്ല. ആ ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള വിത്ത്, ജി എം കടുകൊക്കെ ഇപ്പം ഭാരതത്തിൽ വന്നു തുടങ്ങിയെന്നാണ് നമ്മൾ അറിഞ്ഞത്. അത് നമ്മൾ കൃഷി ചെയ്യുകയാണ്, നമ്മുടെ വയലിൽ കൃഷി ചെയ്യുകയാണെന്നിരിക്കട്ടെ. അതൊന്നാമത് വിത്ത് അവരുടെ നിന്ന് വാങ്ങിക്കണം, കമ്പനിയിൽ നിന്ന് വാങ്ങിക്കണം. അവർ പറയുന്ന വളങ്ങളെല്ലാം ചെയ്യണം, അവർ പറയുന്ന കീടനാശിനികൾ ഉപയോഗിക്കണം. അതെല്ലാം ആ കമ്പനി തന്നെ ആയിരിക്കും മിക്കവാറും, അല്ലെങ്കിൽ അവൻ്റെ സബ്സിഡി മറ്റ് ബന്ധപ്പെട്ട കമ്പനികളായിരിക്കും അതിൻ്റെ എല്ലാം കോപ്പിറൈറ്റിൽ കുത്തകൾ എടുത്തു വച്ചിരിക്കുന്നു. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമേ ചിലപ്പോൾ അവർ പറയുന്ന വിളവ് കിട്ടത്തുള്ളൂ. അങ്ങനെ വിളവ് കിട്ടിയില്ലെങ്കിൽ അവർക്കായിട്ട് നമുക്കൊരു കേസ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പരുത്തി കൃഷിയെല്ലാം ചെയ്തു ആയിരക്കണക്കിന് കർഷകർ വളരെ കഷ്ടത്തിലായി പോയത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ആദായം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം കൃഷി ഇറക്കണമെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ വീണ്ടും വിത്ത് വാങ്ങിക്കണം. കാരണം ഈ ചെടിയിൽ നിന്ന് വേറെ സ്വന്തം ഒരു വിത്തുണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കില്ല, അതും ആ വിത്തുകൾ മുളയ്ക്കത്തില്ല. അപ്പോൾ വീണ്ടും നമ്മൾ ആ കമ്പനിയെ ആശ്രയിക്കേണ്ടി വരും എല്ലാ കാര്യത്തിനും. ഇതാണ് നമുക്ക് ശരിക്കും ബൗദ്ധികമായ സ്വത്തവകാശം കൊണ്ടുണ്ടായിരുന്ന നമുക്ക് സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരന്തം അതാണ്. മാത്രമല്ല ഇതിൻ്റെ ഗുണദോഷങ്ങൾ എന്താണെന്ന് നമുക്ക് പലപ്പോഴും അറിയാനും പറ്റില്ല.